നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയർക്ക് റയൽ മാഡ്രിഡ് അൾട്ടിമാറ്റം കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അതായത് ഇപ്പോൾ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ സൈൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല, ഇനി ഒരു പുതിയ ഓഫറുമായിട്ട് ക്ലബ്ബ് വരില്ല, അല്ലെങ്കിൽ 2026 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ വെക്കും. ഇതാണ് ഇപ്പോൾ താരത്തിനും ഏജൻറ്റിനും നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം ബ്രസീലിയൻ മാധ്യമങ്ങളിലും ഈ വാർത്തയുണ്ട്. നമുക്ക് നോക്കാം എന്താണ് വാർത്ത എന്ന്. റയൽ മാഡ്രിഡ് ഹാവ് ഇൻഫോംഡ് വിനി ജൂനിയർ ആൻഡ് ഹിസ് ഏജന്റ് ദാറ്റ് ക്ലബ് വിൽ മേക്ക് നോ മോർ കോൺട്രാക്ട് റിന്യൂവൽ ഓഫേഴ്സ്. ഇപ്പോൾ ഉള്ള കോൺട്രാക്ട് റിന്യൂവൽ ഓഫർ അല്ലാതെ ഇനി പുതിയൊരു കോൺട്രാക്ട് റിന്യൂവൽ ഓഫർ കൊടുക്കാൻ പോകുന്നില്ല. ഒന്നുകിൽ ഇത് സമ്മതിച്ച് സൈൻ ചെയ്യുക, ഇതർ സൈൻസ് ദി ഡീൽ ദാറ്റ്സ് ബീൻ ഓൺ ദി ടേബിൾ ഫോർ മന്ത്സ് നൗ. മാസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളൊരു കോൺട്രാക്ട് ഓഫർ ഉണ്ട്. ഒന്നുകിൽ അത് സൈൻ ചെയ്യുക, ഓർ ഈ വിൽ ബി പുട്ട് അപ്പ് ഫോർ സെയിൽ ഇൻ സമ്മർ 2026. 2026 സമ്മറിലെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹത്തെ വിൽക്കാൻ വേണ്ടി വെക്കും. കാരണം അദ്ദേഹം 2027 വരെയാണ് നിലവിൽ കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2027 ഫ്രീ ഏജൻ്റായിട്ട് ക്ലബ്ബ് വിടുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്നുകിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക, ഇനി അതിനപ്പുറത്തേക്കൊരു പുതിയ കോൺട്രാക്റ്റ് ഓഫർ വരില്ല എന്ന് റയൽ മാഡ്രിഡ് ഒരു അൾട്ടിമാറ്റം കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. റയൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയത്തുകൂടെ കടന്നു പോവുകയാണ്. വിനി ജൂനിയർ ആവട്ടെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഫോമിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 10-15 മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വേണ്ടത്ര ഒരു കോൺട്രിബ്യൂഷൻ റയലിൻ്റെ മത്സരങ്ങളിൽ വന്നിട്ടുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.